ഹായ് ഗായ്സ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സ്പെയിനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഖ്യമായിട്ടും ഒരു രേഖ ആവശ്യമാണ്. ആ രേഖയുടെ പേരാണ് എൻപാദ്രമെന്തോ. എന്താണ് എൻപാദ്രമെന്തോ? ആരൊക്കെയാണ് ഈ ഒരു രേഖ എടുക്കേണ്ടത്? എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സ്പെയിനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എൻപാദ്രമെന്തോ എന്താണെന്നുള്ളത്. നിങ്ങൾ സ്പെയിനിൽ ലീഗലായിട്ട് വന്നോട്ടെ, ഇല്ലീഗലായിട്ട് വന്നോട്ടെ, സ്റ്റുഡൻറ്റ് വിസയിൽ വന്നോട്ടെ, എങ്ങനെ വേണമെങ്കിലും സ്പെയിനിലേക്ക് വരാം. എന്നാൽ സ്ഥിര താമസത്തിനായിട്ടാണ് നിങ്ങൾ സ്പെയിനിലേക്ക് വരുന്നത് എങ്കിൽ ഈ എൻപാദ്രമെന്തോ എന്ന് പറയുന്ന രേഖയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എൻപാദ്രമെന്തോ എന്ന് നോക്കിയാലോ. അതായത് നമ്മൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത്, ഈ സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് നമുക്ക് താമസിക്കുന്നതിൻ്റെ രേഖ ആവശ്യമാണ്. ഈ രേഖ കൊണ്ട് നമ്മൾ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ കരാറ് കിട്ടുകയുള്ളൂ. ഈ ഒരു കരാറിന് പറയുന്ന പേരാണ് എൻപാദ്രമെന്തോ എന്ന് പറയുന്നത്. നിങ്ങൾ സ്പെയിനിൽ വാടകയ്ക്കൊരു വീടെടുത്താലും സ്വന്തമായിട്ട് ഒരു വീടെടുത്താലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് കിട്ടും. ഈ ഒരു കോൺട്രാക്റ്റും പാസ്പോർട്ടുമാണ് മെയിനായിട്ട് എൻപാദ്രമെന്തോ എന്ന് പറയുന്ന രേഖയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ പാസ്പോർട്ടും ഈ പറയുന്ന കോൺട്രാക്റ്റും കൊണ്ട് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ പ്രൊവിനൻസ് ഏതാണോ, ഫോർ എക്സാമ്പിൾ ടൊളേദോ, വാലൻസിയ, മാദ്രിഡ്, ബാഴ്സലോണ, ഏത് പ്രൊവിനൻസിൽ ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരുടെ കരാറും അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ ഒറിജിനലും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ എത്തണം. എന്നിട്ട് ഈ ഒരു രേഖ മുനിസിപ്പാലിറ്റിയിൽ കാണിച്ചു കൊടുക്കണം. ഇതിനു മുമ്പായിട്ട് മുനിസിപ്പാലിറ്റിയിൽ സിത്ത എടുക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമുക്കൊരു ദിവസം സിത്ത തരും. ആ ഒരു സിത്തയുടെ അടിസ്ഥാനത്തിൽ, സിത്ത എന്ന് പറഞ്ഞ അപ്പോയിൻമെൻറ്റ്, ഈ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ചെന്നിട്ട് പാസ്പോർട്ടിൻ്റെ ഒറിജിനലും പാസ്പോർട്ടിൻ്റെ കോപ്പിയും കോൺട്രാക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരുടെ രേഖയിൽ ചേർക്കും. അതായത് സ്പെയിനിൽ ഇവർ ഇന്ന ദിവസം മുതൽ സ്ഥിര താമസക്കാരാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്കൊരു വൊളാന്തേ തരും. അതാണ് എൻപാദ്രമെന്തോൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും സ്പെയിനിൽ കിട്ടുകയുള്ളൂ. ഇല്ലീഗലായിട്ട് വരുന്നവരെയും ലീഗലായിട്ട് വരുന്നവരെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കുറച്ച് കരാറുകളെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്പെയിനിൽ വരാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻപാദ്രമെന്തോയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കരാറ് തന്നെയാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാത്തവർ എന്തായാലും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ഈ എൻപാദ്രമെന്തോ എടുക്കുന്നതിലൂടെ കിട്ടുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. സ്പെയിനിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലീഗലായിട്ട് ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇല്ലീഗൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 വർഷം പൂർത്തീകരിച്ചു എന്നറിയണമെങ്കിൽ എൻപാദ്രമെന്തോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു രജിസ്ട്രേഷൻ തീയതി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരും. എന്നാണോ എൻപാദ്രമെന്തോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു രജിസ്റ്റർ രേഖയായിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ലഭിക്കും. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ ഒരുപാട് രേഖകൾ ആവശ്യമാണ്. ഏറ്റവും മെയിനായിട്ട് വേണ്ട രേഖ എന്ന് പറയുന്നത് എൻപാദ്രമെന്തോൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. കൂടാതെ തന്നെ എൻപാദ്രമെൻ്റ് എടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെയിനിൽ ഒരുപാട് സഹായങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. സ്റ്റുഡൻസിനും ലീഗൽസിനും ഇല്ലീഗൽസിനായിട്ട് ഒരു സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. കാർ എടുക്കാൻ വേണ്ടിയിട്ട്, ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, വീടെടുക്കാൻ വേണ്ടിയിട്ട്, ജോലിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ഈ ഒരു സഹായങ്ങൾക്കും ഈ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നമ്മൾ ചെറിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും ഇതൊരു വലിയൊരു രേഖ തന്നെയാണ്. അതായത് സ്പെയിനിൽ ഏത് പ്രൊവിനൻസിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, ആ ഒരു ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു രേഖയാണ് എൻപാദ്രമെന്തോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, സ്പെയിനിൽ ജീവിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ എൻപാദ്രമെന്തോ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ ഒരു രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്പെയിനിൽ 5 വർഷമോ 10 വർഷമോ 15 വർഷമോ ജീവിച്ചാൽ പോലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിനോ ഒരു തരത്തിലുള്ള രേഖകൾക്കോ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എൻപാദ്രമെന്തോനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. അതിന് ഞാൻ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.